ലൂക്കാ 24-ാം അധ്യായത്തിൽ എത്ര ശീർഷകങ്ങൾ ഉണ്ട്? ഉത്തരം 4. ലൂക്കാ 24-ാം അധ്യായത്തിൻ്റെ ശീർഷകങ്ങൾ ഏതെല്ലാം? ഉത്തരം: യേശുവിൻ്റെ പുനരുത്ഥാനം, എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ, യേശു ശിഷ്യഗണത്തിന് പ്രത്യക്ഷനാകുന്നു, യേശുവിൻ്റെ സ്വർഗാരോപണം. കല്ലറയിൽ നിന്ന് കല്ലുരുട്ടി മാറ്റിയിരിക്കുന്നതായി എപ്പോഴാണ് സ്ത്രീകൾ കണ്ടത്? ഉത്തരം: ആഴ്ചയുടെ ആദ്യ ദിവസം അതിരാവിലെ. അവർ തയ്യാറാക്കി വച്ചിരുന്ന സുഗന്ധദ്രവ്യങ്ങളുമായി എപ്പോഴാണ് കല്ലറയിലേക്ക് പോയത്? ഉത്തരം: ആഴ്ചയുടെ ആദ്യ ദിവസം അതിരാവിലെ. സുഗന്ധദ്രവ്യങ്ങളുമായി എത്തിയ സ്ത്രീകൾ കല്ലറയ്ക്കകത്ത് കടന്നു നോക്കിയപ്പോൾ എന്തു സംഭവിച്ചു എന്നാണ് സുവിശേഷകൻ പറഞ്ഞിരിക്കുന്നത്? ഉത്തരം: കർത്താവായ യേശുവിൻ്റെ ശരീരം കണ്ടില്ല. യേശുവിൻ്റെ ശരീരം കാണാതെ അമ്പരന്ന് നിൽക്കുന്ന സുഗന്ധദ്രവ്യങ്ങളുമായി എത്തിയ സ്ത്രീകൾക്ക് ആരാണ് പ്രത്യക്ഷപ്പെട്ടത്? ഉത്തരം: 2 പേർ തിളങ്ങുന്ന വസ്ത്രങ്ങൾ ധരിച്ച്. യേശുവിൻ്റെ ശരീരം കാണാതെ അമ്പരന്ന് നിൽക്കുന്ന സുഗന്ധദ്രവ്യങ്ങളുമായി എത്തിയ സ്ത്രീകൾക്ക് 2 പേർ തിളങ്ങുന്ന വസ്ത്രം ധരിച്ച് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവർ എന്തു ചെയ്തു എന്നാണ് വിശുദ്ധ ലൂക്കാ രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഉത്തരം: ഭയപ്പെട്ട് മുഖം കുനിച്ചു. മനുഷ്യപുത്രൻ പാപികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുകയും ക്രൂശിക്കപ്പെടുകയും 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് യേശു എവിടെ വെച്ച് പറഞ്ഞു എന്നാണ് അവർ ഓർമ്മിക്കുന്നത്? ഉത്തരം: ഗലീലി. കല്ലറയിൽ നിന്ന് തിരിച്ചു വന്ന സ്ത്രീകൾ ആരെയൊക്കെയാണ് ഈശോ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് അറിയിച്ചത്? ഉത്തരം: 11 പേരെയും മറ്റെല്ലാവരെയും. മഗ്ദലന മറിയവും യോവാന്നയും യാക്കോബിൻ്റെ അമ്മയായ മറിയവും അവരുടെ കൂടെയുണ്ടായിരുന്ന മറ്റ് സ്ത്രീകളും ആരെയാണ് ഈശോ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് അറിയിച്ചത്? ഉത്തരം: അപ്പസ്തോലന്മാരെ. അവർക്കാകട്ടെ കെട്ടുകഥകൾ പോലെ തോന്നിയുള്ളൂ. അവർ അവരെ വിശ്വസിച്ചില്ല. ആരാണ് വിശ്വസിക്കാതിരുന്നത്? ഉത്തരം: അപ്പസ്തോലന്മാർ. മഗ്ദലന മറിയവും യോവന്നായും യാക്കോബിൻ്റെ അമ്മയായ മറിയവും അവരുടെ കൂടെയുണ്ടായിരുന്ന മറ്റു സ്ത്രീകളും ഈശോ ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞപ്പോൾ കല്ലറയിലേക്ക് ഓടിയ അപ്പസ്തോലൻ ആരാണ്? ഉത്തരം: പത്രോസ്. യേശു ഉയർപ്പിക്കപ്പെട്ടു എന്ന സ്ത്രീകളുടെ വാക്കുകൾ കേട്ട് കല്ലറയിലേക്ക് ഓടിപ്പോയ പത്രോസ് എന്താണ് കണ്ടത്? ഉത്തരം: യേശുവിനെ പൊതിഞ്ഞിരുന്ന തുണികൾ തനിയെ കിടക്കുന്നത് കണ്ടു. ആ ദിവസം തന്നെ അവരിൽ 2 പേർ ജെറുസലേമിൽ നിന്ന് ഏകദേശം എത്ര സ്ഥാദിയോൻ അകലെയുള്ള ഗ്രാമത്തിലേക്കാണ് പോയത്? ഉത്തരം: 60. ശിഷ്യന്മാരിൽ 2 പേർ ജെറുസലേമിൽ നിന്ന് ഏകദേശം 60 സ്ഥാദിയോൻ അകലെയുള്ള ഏത് ഗ്രാമത്തിലേക്കാണ് പോയത്? ഉത്തരം: എമ്മാവൂസിലേക്ക്. യേശുവും അടുത്തെത്തി അവരോടൊപ്പം യാത്ര ചെയ്തു. എപ്പോൾ? ഉത്തരം: സംസാരിക്കുകയും വാദിക്കുകയും ചെയ്തുകൊണ്ട് പോകുമ്പോൾ. അവനെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു. ആരുടെ? ഉത്തരം: എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ. യേശുവിനെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം അവരുടെ എന്ത് മൂടപ്പെട്ടിരുന്നു എന്നാണ് വിശുദ്ധ ലൂക്കാ പറയുന്നത്? ഉത്തരം: കണ്ണുകൾ. എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത് എന്ന് ഈശോയുടെ ചോദ്യത്തിന് എമ്മാവൂസിലേക്ക് പോയ ശിഷ്യരുടെ പ്രതികരണം എന്തായിരുന്നു? ഉത്തരം:
മ്ലാനവദനരായിരുന്നു. ഈ ദിവസങ്ങളിൽ ജെറുസലേമിൽ നടന്ന സംഭവമൊന്നും അറിയാത്ത അപരിചിതനാണോ നീ? ആരുടെ വാക്കുകൾ? ഉത്തരം: ക്ലയോപ്പാസ്. ഈ ദിവസങ്ങളിൽ ജെറുസലേമിൽ നടന്ന സംഭവമൊന്നും അറിയാത്ത അപരിചിതനാണോ നീ? ഏതു കാര്യങ്ങൾ? ഉത്തരം: നസ്രായനായ യേശുവിനെക്കുറിച്ച്. അവൻ ദൈവത്തിൻ്റെയും ഡാഷ് മുമ്പിൽ വാക്കിലും പ്രവൃത്തിയിലും ഡാഷ് പ്രവാചകനായിരുന്നു. ഉത്തരം: മനുഷ്യരുടെയും ശക്തനായ. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ ആരൊക്കെയാണ് മരണവിധിക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ക്രൂശിക്കുകയും ചെയ്തു എന്ന് വിവരിക്കുന്നത്? ഉത്തരം: പുരോഹിത പ്രമുഖന്മാർ, നേതാക്കൾ. യേശുവിൻ്റെ മരണം വിവരിക്കുന്ന എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ എന്ത് പ്രതീക്ഷിച്ചിരുന്നു എന്നാണ് ലൂക്ക 24:21 രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഉത്തരം: ഇസ്രായേലിനെ മോചിപ്പിക്കാൻ ഉള്ളവൻ ഇവനാണ്. സ്ത്രീകൾക്ക് കല്ലറയിൽ പോയി തിരിച്ചു വന്നപ്പോൾ ആരുടെ ദർശനം ഉണ്ടായി എന്നാണ് ശിഷ്യൻ പറയുന്നത്? ഉത്തരം: ദൂതന്മാരുടെ. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യരെ എപ്രകാരമാണ് യേശു സംബോധന ചെയ്യുന്നത്? ഉത്തരം: ഭോഷന്മാരെ. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരോടൊപ്പം ഈശോ ഭക്ഷണത്തിനിരിക്കുകയും അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ചു കൊടുത്തപ്പോൾ ശിഷ്യന്മാർക്ക് എന്ത് സംഭവിച്ചു? ഉത്തരം: കണ്ണ് തുറക്കപ്പെട്ടു. അവരോടൊപ്പം ഭക്ഷണത്തിനിരുന്നപ്പോൾ അവൻ എന്താണ് ശിഷ്യന്മാർക്ക് മുറിച്ചു കൊടുത്തത്? ഉത്തരം: അപ്പം എടുത്ത്. അവരുടെ കണ്ണ് തുറക്കപ്പെട്ടു. അവർ അവനെ തിരിച്ചറിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ഉത്തരം: അവരുടെ മുമ്പിൽ നിന്ന് അപ്രത്യക്ഷനായി. വഴിയിൽ വച്ച് അവൻ ഡാഷ് വിശദീകരിച്ചുകൊണ്ട് നമ്മോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ? ഉത്തരം: വിശുദ്ധ ലിഖിതം. വഴിയിൽ വച്ച് അവൻ വിശുദ്ധ ലിഖിതം വിശദീകരിച്ചുകൊണ്ട് നമ്മോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഡാഷ് ജ്വലിച്ചിരുന്നില്ലേ? ഉത്തരം: ഹൃദയം. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ ഈശോയെ തിരിച്ചറിഞ്ഞ് ഈശോ അപ്രത്യക്ഷമായതിനു ശേഷം എവിടേക്കാണ് പോയത്? ഉത്തരം: ജെറുസലേമിലേക്ക്. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ തിരിച്ച് ജെറുസലേമിൽ എത്തിയപ്പോൾ ആരെയൊക്കെയാണ് അവിടെ കൊണ്ടുപോയത്? ഉത്തരം: 11 പേരെയും അവരോടൊപ്പം ഉണ്ടായിരുന്നവരെയും. കർത്താവ് സത്യമായി ഉയർത്തെഴുന്നേറ്റു, ആർക്ക് പ്രത്യക്ഷപ്പെട്ടു എന്നാണ് അവർ പറയുന്നത്? ഉത്തരം: ശിമയോൻ. അവർ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യേശു അവരുടെ മധ്യേ പ്രത്യക്ഷനായി അവരോട് അരുളി ചെയ്തത് എന്താണ്? ഉത്തരം: നിങ്ങൾക്കു സമാധാനം. അവർ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യേശു അവരുടെ മധ്യേ പ്രത്യക്ഷനായി അവരോട് അരുളി ചെയ്തു, നിങ്ങൾക്ക് സമാധാനം. അവർ ഭയന്ന് വിറച്ചു. ഡാഷ് കാണുന്നത് എന്ന് അവർ വിചാരിച്ചു. ഉത്തരം: ഭൂതത്തെയാണ്. നിങ്ങൾ അസ്വസ്ഥരാകുന്നത് എന്തിന്? ഈശോ ആർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ആണ് ഇങ്ങനെ ചോദിക്കുന്നത്? ഉത്തരം: ശിഷ്യഗണത്തിന്. എൻ്റെ ഡാഷ് കണ്ട് ഇത് ഞാൻ തന്നെയാണെന്ന് മനസ്സിലാക്കുവിൻ. എന്നെ സ്പർശിച്ചു നോക്കുവിൻ. എനിക്കുള്ളതുപോലെ ഡാഷ് ഭൂതത്തിന് ഇല്ലല്ലോ. ഉത്തരം: കൈകളും കാലുകളും മാംസവും അസ്ഥികളും. ശിഷ്യന്മാർ സന്തോഷാധിക്യത്താൽ അവിശ്വസിക്കുകയും അത്ഭുതപ്പെടുകയും ചെയ്തപ്പോൾ അവൻ അവരോട് എന്താണ് ചോദിച്ചത്? ഉത്തരം: ഇവിടെ ഭക്ഷിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? ശിഷ്യന്മാർ സന്തോഷാധിക്യത്താൽ അവിശ്വസിക്കുകയും അത്ഭുതപ്പെടുകയും ചെയ്തപ്പോൾ അവൻ അവരോട് ചോദിച്ചു, ഇവിടെ ഭക്ഷിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? എന്താണ് ഭക്ഷിക്കാൻ അവർ അവന് കൊടുത്തത്? ഉത്തരം: ഒരു കഷണം വറുത്ത മീൻ. ഡാഷ്
അവൻ്റെ നാമത്തിൽ ജെറുസലേമിൽ ആരംഭിച്ച് എല്ലാ ജനതകളോടും പ്രഘോഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു. ഉത്തരം: പാപമോചനത്തിനുള്ള അനുതാപം. ഇതാ, എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു. ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നതുവരെ നഗരത്തിൽ തന്നെ വസിക്കുവിൻ. അധ്യായവും വാക്യവും രേഖപ്പെടുത്തുക. ഉത്തരം: ലൂക്ക 24-ാം അധ്യായം 49-ാം വാക്യം. ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നതുവരെ നഗരത്തിൽ തന്നെ വസിക്കുവിൻ. എവിടേക്കാണ് പിന്നീട് അവരെ കൂട്ടിക്കൊണ്ടുപോയത്? ഉത്തരം: ബഥാനിയ വരെ. കൈകൾ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കെ അവൻ അവരിൽ നിന്നും മറഞ്ഞു. എവിടേക്കാണ് സംഭവിക്കപ്പെട്ടത്? ഉത്തരം: സ്വർഗത്തിലേക്ക്. ഈശോയുടെ സ്വർഗാരോഹണത്തിന് ശേഷം ജെറുസലേമിലേക്ക് മടങ്ങിയ ശിഷ്യഗണം സദാസമയം ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് എവിടെയാണ് കഴിഞ്ഞുകൂടിയത്? ഉത്തരം: ദേവാലയത്തിൽ.